ഹലോ മക്കൾസേ, അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം പറയാം കേട്ടോ. സ്റ്റീലാണ് ഇനി പറയാനുള്ളത്. ഇരുമ്പ് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇരുമ്പിൽ കാർബണിൻ്റെ അളവ് കൂടുമ്പോഴും കുറയുമ്പോഴൊക്കെ എന്തൊക്കെയാണ് പേരുകൾ വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പം ഈ ഫർണസിൽ നിന്നിട്ട് നമുക്ക് ലഭിച്ചത് പിഗ് അയണായിരുന്നു. ഇതിനെ പരത്തിയിട്ട് പല ആകൃതിയിലൊന്നും ആക്കാൻ കഴിയൂല, കാരണം അതിൽ കാർബൺ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്റ്റീലാണ് ഈ പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം 0.05% ടു 1.5% വരെ കാർബൺ അടങ്ങിയിട്ടുള്ള ഇരുമ്പാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീല് ഒരു ഇരുമ്പ് ഉൽപ്പന്നമാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ തരത്തിൽ എന്തിനൊക്കെ കാർബണിൻ്റെ അളവ് എത്രയൊക്കെ ആവുമ്പോൾ സ്റ്റീലിൻ്റെ പേരുകൾ മാറുന്നതും അതിൻ്റെ ആവശ്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. മൈൽഡ് സ്റ്റീലിൽ കാർബണിൻ്റെ അളവ് എന്താ? 0.05 ടു 0.2 ആണ് അല്ലേ. ഇതിന് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? കമ്പികളാക്കുന്നതിന്, തകിടുകളാക്കുന്നതിനൊക്കെ എളുപ്പമാണ്. പിന്നെ ഇതിന് നല്ല കാഠിന്യവും ബലവും ഉണ്ട്. കൃഷി ആയുധങ്ങൾ നിർമ്മിക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സെക്കൻഡ് മീഡിയം സ്റ്റീലാണ്. മീഡിയം സ്റ്റീൽ എന്ന് പറയുമ്പോൾ 0.2 ടു 0.6 ആണ് കാർബണിൻ്റെ അളവ്, പെർസെൻറ്റേജ് ആണ് കേട്ടോ. കാഠിന്യം കൂടുതലാണ്. പിന്നെയോ റെയിൽ പാളങ്ങൾ, ഹാൻഡ് റെയിലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കോണിൻ്റെ സൈഡിന് വെക്കൂലേ, അതാണ്. മേൽക്കൂരയ്ക്ക് ആവശ്യമായ നമ്മുടെ റൂഫിനൊക്കെ ഷീറ്റുകളൊക്കെ ഇടാനൊക്കെ ഉപയോഗിക്കും ഈ കഴുക്കോലായിട്ട്. അതിനൊക്കെയാണ് നമ്മൾ മീഡിയം സ്റ്റീൽ ഉപയോഗിക്കുന്നത്. ഇനി ഹൈ കാർബൺ സ്റ്റീൽ, കാർബണിൻ്റെ അളവ് കൂടുതലുള്ളത് ആണ്. എത്രയാണ് പെർസെൻറ്റേജ് വരുന്നത്? 0.6 ടു 1.5 ആണ് പെർസെൻറ്റേജ് വരുന്നത് കാർബണിൻ്റെ. എന്തിനൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുക? ഇലാസ്തികതയും കാഠിന്യവും വളരെ കൂടുതലാണ്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, സ്പ്രിങ്, കത്തി, ഡ്രില്ലുകൾ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാനാണ് ഹൈ കാർബൺ സ്റ്റീൽസ് ഉപയോഗിക്കുന്നത്. ഇനി സങ്കര സ്റ്റീലുകളാണ്. സങ്കര സ്റ്റീലുകൾ എന്ന് പറയുമ്പോൾ സ്റ്റീല് മാത്രമല്ല, അതിൽ പല ഉൽപ്പന്നങ്ങളും ഉണ്ടാകും. നമുക്ക് ഒരു ലോഹം മാത്രം, ശുദ്ധമായ ഒരു ലോഹം മാത്രം ഉള്ള ഉപയോഗങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ പല ലോഹങ്ങളും പിന്നെ സങ്കരങ്ങളായിരിക്കും പല സന്ദർഭത്തിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ഇപ്പോൾ പിച്ചള, സ്റ്റീല്, വെങ്കലം ഇതൊക്കെ ഉണ്ടല്ലോ. സ്റ്റീലുണ്ട്, പക്ഷെ പലതും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്നിട്ടുള്ള മിശ്രിതത്തിനെയാണ് നമ്മൾ ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതിൽ മറ്റ് അലോഹങ്ങളും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അയണിലൊക്കെ കാർബണ് പലതും കണ്ടില്ലേ ചെറിയ അളവിൽ. അതുപോലെ ഇതിൽ കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് ഇങ്ങനത്തെ അലോഹങ്ങളും പിന്നെ സങ്കരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്റ്റീല് അടങ്ങിയിട്ടുള്ള ഏതൊക്കെ ഉൽപ്പന്നങ്ങളുണ്ടെന്നറിയോ? ഇരുമ്പ്, കാർബൺ. സ്റ്റീലിൽ അടങ്ങിയിട്ടുള്ളതാണ് ഇരുമ്പ്, കാർബണൊക്കെ അതിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ്. പിന്നെ സങ്കര സ്റ്റീലുകളും അതിൽ ഏതൊക്കെ ആളുകളാണ് അടങ്ങിയിട്ടുള്ളതെന്നും അതിൻ്റെ ഉപയോഗങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ. പാത്രങ്ങളൊക്കെ സ്റ്റെയിൻലെസ് ആണെന്നൊക്കെ പറയും. അതിന്മേ കറ പിടിക്കാത്ത അതിനൊക്കെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയും അല്ലേ. അതിലേതൊക്കെ ഘടകങ്ങൾ എന്നറിയോ? അയൺ ഉണ്ട്, Fe അയൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, കാർബൺ ഉണ്ട്. ഇത് ലോഹനാശത്തെ പ്രതിരോധിക്കുന്നു. കാരണം
തുരുമ്പ് പിടിക്കില്ല. അതാണ് പറഞ്ഞത്. നാശത്തെ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. പിന്നെ വീട്ടുപകരണങ്ങൾക്ക് ബ്ലേഡുകൾ ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മാംഗനീസ് സ്റ്റീല്. ഇതിൽ മാംഗനീസും ഉണ്ട്, അയണും ഉണ്ട്, കാർബണും ഉണ്ട്. ഇതിന് നല്ല കാഠിന്യം ഉണ്ടാവും. ഡ്രില്ലുകൾ, സേഫുകൾ, പ്ലേറ്റുകൾ, റെയിൽവേ ട്രാക്കുകൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി സിലിക്കൺ സ്റ്റീലിൽ സിലിക്കൺ, അതേപോലെ മാംഗനീസ് സ്റ്റീലിൽ മാംഗനീസ്, അത് പിന്നെ നിർബന്ധമാണ്. അതേപോലെ കാർബണും എല്ലാത്തിലും ഉണ്ടാവും. പിന്നെയോ അയണും ഉണ്ടാവും. അപ്പോൾ ഓരോന്നിലും ഉള്ള ഘടകങ്ങൾ നോക്കി വെക്കുക. അയണ്, സിലിക്കൺ, കാർബൺ ആണ് പിന്നെ സിലിക്കൺ സ്റ്റീലിലുള്ളത്. ഇതാണ് ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്, സിലിക്കൺ സ്റ്റീലിനെ. വൈദ്യുതി നഷ്ടം കുറയ്ക്കുന്നതിനാൽ മോട്ടോറുകൾ, ജനറേറ്ററുകൾ, ട്രാൻസ്ഫോർമറുകൾ തുടങ്ങിയ വൈദ്യുതകാന്തിക ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം സ്റ്റീലിൻ്റെ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് സിങ്കിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. സിങ്ക് വ്യാവസായികമായിട്ട് പ്രാധാന്യമുള്ള മറ്റൊരു ലോഹം തന്നെയാണ് സിങ്ക്. ഇതിന് നമുക്ക് ഏതൊക്കെ മെത്തേഡുകളിലാണ് നോക്കാം. ഇത് പിന്നെ സിങ്ക് ഓക്സൈഡാക്കി മാറ്റാൻ ഏതൊക്കെ പ്രക്രിയകളാണ് ഉപയോഗിക്കുന്നത്? റോസ്റ്റിങ്ങും കാൽസിനേഷനും അല്ലേ? നമുക്ക് സാന്ദ്രീകരിച്ച അയിരിനെ പിന്നെ ഓക്സൈഡാക്കി മാറ്റേണ്ടിന്നല്ലേ? ആ ഒരു മെത്തേഡ് റോസ്റ്റിങ്ങും കാൽസിനേഷനും ആയിരുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ ഓക്സൈഡാക്കി മാറ്റും. ഇനി സിങ്ക് സൾഫൈഡിൻ്റെ അയിര് എന്താണ്? സാധാരണ നാമവും ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ രാസനാമവും ചോദിച്ചിട്ടുണ്ട്. സിങ്ക് സൾഫൈഡ് ZnS ആണ്. സിങ്ക് ബ്ലെൻഡ് എന്നാണ് പേര്. ഇനി അത് സാന്ദ്രണ രീതി എങ്ങനെയാണ്? പ്ലവന പ്രക്രിയയാണ്. സിങ്ക് കാർബണേറ്റിൻ്റെ അയിര് എന്താണ്? ZnCO3. ഇതിൻ്റെ പേര് കലാമിൻ എന്നാണ് അല്ലേ? ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാർബണേറ്റ് ഓക്സൈഡാക്കി മാറ്റുന്ന ലോഹങ്ങളുണ്ടല്ലോ, ഈ പ്രക്രിയയ്ക്ക് ശേഷം നമുക്ക് സിങ്ക് ഓക്സൈഡിൻ്റെ കൂടെ കോക്ക് കൂട്ടിക്കലർത്തും. എന്നിട്ട് നമ്മൾ പിന്നെ ഇരുമ്പുണ്ടാക്കാൻ പഠിച്ച പോലെ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ പോലത്തെ ഒരു ചൂളയിലേക്ക് ഈ മിശ്രിതം ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താ അവിടെ നടക്കുന്നറിയോ? ചൂളക്കുള്ളിൽ നല്ല താപനില ആയിരിക്കും. അപ്പോൾ കോക്ക് സിങ്ക് ഓക്സൈഡിനെ നിരോക്സീകരിച്ചിട്ട് സിങ്കാക്കി മാറ്റും. കോക്കാണ് പെട്ടെന്ന് പ്രവർത്തിക്കല്ലേ. കോക്ക് സിങ്ക് ഓക്സൈഡുമായിട്ട് പ്രവർത്തിച്ചിട്ട് നിരോക്സീകരിക്കും. അപ്പോൾ സിങ്ക് ലോഹം മാത്രം വേർതിരിച്ച് കിട്ടും. അപ്പോൾ കാർബൺ മോണോക്സൈഡ് അവിടെ ഗ്യാസായിട്ടും കിട്ടും. അങ്ങനെയാണ് നമുക്ക് സിങ്കിനെ കിട്ടുക. ഇനി സിങ്കിൻ്റെ താപനില എന്ന് പറയുന്നത് വളരെ താഴ്ന്നതാണ്. അതുകൊണ്ട് ഉയർന്ന താപനിലയിൽ സിങ്ക് പെട്ടെന്ന് ബാഷ്പീകരിച്ച് നീരാവിയായി പുറത്തു വരും. അപ്പോൾ ഇതിനെ ഉടൻ തന്നെ തണുപ്പിച്ചിട്ട് ദ്രാവക രൂപത്തിലേക്ക് മാറ്റും. അങ്ങനെയാണ് സിങ്കിനെ നമുക്ക് കിട്ടുന്നത്. സിങ്കിൻ്റെ ശുദ്ധീകരണ രീതി എങ്ങനെ? സിങ്കിനെ എങ്ങനെ ശുദ്ധീകരിക്കുക? ലോഹത്തെ ശുദ്ധീകരിക്കുക സ്വേദനം വഴിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സിങ്കിൻ്റെത് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് കോപ്പർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. കോപ്പറിൻ്റെ പിന്നെ അയിരുകൾ ഏതൊക്കെയായിരുന്നു? കോപ്പർ പൈറൈറ്റ്സും കോപ്പർ ഗ്ലാൻസും. കോപ്പർ പൈറൈറ്റ്സ് എന്ന് പറയുമ്പോൾ CuFeS2, കോപ്പർ ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ Cu2S അല്ലേ? ഇവ രണ്ടും സൾഫൈഡ് അയിരാണ് അല്ലേ? അപ്പോൾ ഇതിന് യോജിച്ച സാന്ദ്രണ രീതി ഏതാ? പ്ലവന പ്രക്രിയ ആണ് അല്ലേ? ഓക്കെ, പ്ലവന പ്രക്രിയയിലൂടെയാണ് സൾഫൈഡ് അയിരുകളെ നമ്മൾ സാന്ദ്രീകരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സാന്ദ്രീകരണത്തിന് ശേഷം അയിരിൽ അയൺ ഓക്സൈഡ് പോലെ ബേസിക് സ്വഭാവമുള്ള അപദ്രവ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനെ നീക്കം ചെയ്യണം.
അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫ്ലക്സ് ആയിരിക്കും ഉപയോഗിക്കുക? നമ്മൾ ഇതിൽ അപദ്രവ്യത്തിന് ബേസിക് സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലക്സിന് എന്ത് സ്വഭാവമായിരിക്കും? അസിഡിക് സ്വഭാവമായിരിക്കും അല്ലേ? യെസ്. അസിഡിക് സ്വഭാവമുള്ള ഫ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സ് ഉപയോഗിക്കും. ഇവിടെ ബേസിക് സ്വഭാവമുള്ള അപദ്രവ്യമാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നീക്കം ചെയ്യാൻ നമ്മൾ അസിഡിക് സ്വഭാവമുള്ള ആൾക്കാരെ ചേർക്കണം. അപ്പോൾ അസിഡിക് സ്വഭാവമുള്ള മണലുണ്ട്, SiO2. അത് അയിരിനോട് ചേർത്തിട്ട് ചൂടാക്കും. എന്നിട്ട് പരമാവധി ശുദ്ധമായിട്ടുള്ള കുപ്രസ് സൾഫൈഡ് ആക്കി മാറ്റും, Cu2S ആക്കി മാറ്റും. മനസ്സിലായോ? പ്ലവന പ്രക്രിയയ്ക്ക് ശേഷം അഥവാ സാന്ദ്രീകരിക്കുമല്ലോ, ആ പ്രവർത്തനത്തിന് ശേഷം അയിരിൽ അയൺ ഓക്സൈഡ് പോലെ ബേസിക് സ്വഭാവമുള്ള അപദ്രവ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ബേസിക് സ്വഭാവമുള്ളതിനായതിനാൽ നമ്മൾ അസിഡിക് സ്വഭാവമുള്ള ഒരു ഫ്ലക്സ് ഉപയോഗിച്ച് അതിനെ മാറ്റണം. അപ്പോൾ നമ്മൾ അസിഡിക് സ്വഭാവമുള്ള മണലാണ് ഉപയോഗിക്കുന്നത്, SiO2. ഇതാണ് അയിരിനോട് ചേർത്ത് ചൂടാക്കിയിട്ട് നമ്മൾക്ക് കിട്ടുന്നതാണ് കുപ്രസ് സൾഫൈഡ്, Cu2S. ഇതിനെ നമ്മൾ വായുപ്രവാഹത്തിൽ നിയന്ത്രിതമായിട്ട് ചൂടാക്കുമ്പോഴാണ് അത് Cu2O കുപ്രസ് ഓക്സൈഡായി മാറുന്നത്. അതിനെ പിന്നെന്ത് ചെയ്യണം? കുപ്രസ് ഓക്സൈഡ് ബാക്കിയുള്ള കുപ്രസ് സൾഫൈഡിനെ കോപ്പറാക്കി മാറ്റും. ഇവിടെ കിട്ടിയിട്ടുള്ള ഈ കുപ്രസ് ഓക്സൈഡ് ബാക്കിയുള്ള കുപ്രസ് സൾഫൈഡിനെ കൂടെ കോപ്പറാക്കി മാറ്റുകയാണ് ചെയ്യുക. ഇപ്പം നമ്മൾ കണ്ടില്ലേ, കുപ്രസ് ഓക്സൈഡ് എന്ത് ചെയ്യുന്നേ? നമുക്ക് ഫ്ലക്സിൻ്റെ കൂടെ ചേർത്തിട്ട് കുപ്രസ് ഓക്സൈഡ് കിട്ടി. അത് ബാക്കിയുള്ള കുപ്രസ് സൾഫൈഡിനെ കൂടെ എന്ത് ചെയ്യും? കോപ്പറാക്കിയിട്ട് മാറ്റും. ഇനി ഈ ഉരുകിയ കോപ്പർ മോൾഡുകളിൽ ഒഴിച്ചിട്ട് തണുപ്പിക്കും. അങ്ങനെ കിട്ടുന്ന ചെമ്പിനാണ് നമ്മൾ ബിസ്റ്റർ കോപ്പർ എന്ന് പറയുന്നത്. ബിസ്റ്റർ കോപ്പർ. ഇപ്പോൾ നമുക്കറിയാം, കോപ്പർ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരാണ് പിച്ചള, ഓട് എന്നൊക്കെ പറയുന്നത്. ഓട് എന്ന് പറയുന്നത് ബ്രാസ് എന്ന് പറയും. എന്താണ് ഓട് എന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ഓടുന്ന് തന്നെ പറയും, എല്ലായിടത്തും എങ്ങനെയാണ് പറയാമെന്നറിയില്ല കേട്ടോ. പിച്ചളയിലുള്ളത് കോപ്പറും സിങ്കും ആയിരിക്കും. ഓടിൽ കോപ്പറും ടിന്നുമാണ് ഉണ്ടാവുക, ഘടകങ്ങൾ കേട്ടോ. ഇനി നമുക്ക് കോപ്പറിനെ ശുദ്ധീകരിക്കണം. നമുക്ക് കോപ്പർ വൈദ്യുത ആവശ്യങ്ങൾക്കൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പ്യുവർ കോപ്പർ ആയിരിക്കണം. 99.99% ശുദ്ധമായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിനെ വൈദ്യുത വിശ്ലേഷണം നടത്തിയിട്ട് ശുദ്ധീകരിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ഉയർന്ന ഗുണമേന്മയുള്ള കോപ്പർ കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഒരു ബീക്കർ എടുക്കുക. അതിൽ അശുദ്ധ ലോഹത്തിന് ആനോഡായിട്ട് എടുക്കുക. അതേ കോപ്പർ ശുദ്ധ ലോഹം ഉണ്ടാവുമല്ലോ, അതിനെ കാഥോഡിലെടുക്കും. നമുക്ക് എന്താണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് കോപ്പർ സൾഫേറ്റ് ലായനിയുടെ കൂടെ H2SO4 കൂടെ ചേർക്കും. അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു രാസപ്രവർത്തനം എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കെന്താ, കോപ്പറും തന്നെ ആണ് പ്രവർത്തിക്കുന്നത്. എന്നാലും ആനോഡിൽ നടക്കും? ഓക്സീകരണം നടക്കും. കോപ്പർ 2+ ആയിട്ട് നമ്മുടെ ലായനിക്ക് ഇറങ്ങും. ഇത് പോയിട്ട് കോപ്പർ ആ കാഥോഡിലുള്ള കോപ്പറിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കൂലേ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ആനോഡിലുള്ള ആൾ അശുദ്ധമായിട്ട് കോപ്പർ,
കാഥോഡിലുള്ളത് ശുദ്ധമായിട്ടുള്ള കോപ്പർ. ഇലക്ട്രോലൈറ്റ് CuSO4. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്താണ്? ഓക്സീകരണമാണ്. രാസപ്രവർത്തന സമവാക്യം എന്ന് പറഞ്ഞത് Cu2+ ആയിട്ട് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. കാഥോഡിൽ നടക്കുന്നത് Cu2+, 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് Cu ആറ്റമായിട്ട് മാറാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ കോപ്പർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശുദ്ധമായിട്ടുള്ള കോപ്പർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ മക്കൾസേ?